ബ്രിട്ടീഷുകാർക്ക് ഇത്രയും നക്കിക്കൊടുക്കുകയും സേവനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെ മറ്റൊന്നും തന്നെ ഇല്ല. അങ്ങാട് പോലെ BJP-യുടെ ഒരു B ക്ലാസ് മണ്ഡലത്തിൽ 40,000-40,000 വോട്ട് പിടിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു വോട്ട് കേരളത്തിന് പുറത്ത് എത്ര മണ്ഡലങ്ങളിൽ CPM-ന് സ്വപ്നം കാണാൻ പോലും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നോട്ടയോട് പൊരുതി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നിരീക്ഷകനായിട്ട്, അതും വക്താവായിട്ടല്ല, നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കോമൺ സെൻസ് ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കേസുകൾ ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ ചോദ്യം നിൽക്കുകയാണ്. ഇതില്ല എന്ന് പറയുവാൻ, ഇത് നിഷേധിക്കുവാൻ ഇതുവരെ വീണ ടിക്ക് കഴിഞ്ഞിട്ടില്ല, ഇത്രയും തുക വാങ്ങിയിട്ടില്ല എന്ന്. അല്ലല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യത്തെ എന്തിനാണ് CPM തെരുവ് യുദ്ധം നടത്തിക്കൊണ്ട് ചെറുക്കാൻ നോക്കുന്നത്? അവർ വിചാരണ ചെയ്യപ്പെടുന്നുവെങ്കിൽ അവർ വിചാരണ ചെയ്യപ്പെടട്ടെ സാർ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. മണിക്കൂറുകളോളം 8 മണിക്കൂറോളം പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞു വെക്കുകയും പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തെ അല്ല, ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ വെളിയിൽ പോകാൻ അനുവദിക്കില്ല എന്നൊരു സിമ്പിൾ കാര്യമല്ലേ? ഇത് പിണറായി വിജയനാണെന്ന് പോയി ചായ പിടിച്ചിട്ട് വരാൻ പറഞ്ഞു വിടാൻ പറ്റുമോ? അങ്ങനെയൊന്നും നടക്കില്ല. അവർക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ അനുവദിക്കാൻ ആര് പറഞ്ഞു? അങ്ങനല്ല, അവർക്ക് ഭക്ഷണം പോലും അകത്തേക്ക് കൊടുക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ, ഭക്ഷണം പോലും അകത്തേക്ക് സെർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, മരുന്ന് പോലും സെർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ അങ്ങനെയുള്ള ഉപരോധമാണ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവർ റെയ്ഡ് നടത്തിയത്. ഒരു ഞാൻ ഈ കഞ്ഞൊന്ന് കുടിച്ചോട്ടെ. സെക്രട്ടറിയെ പോലും അകത്തോട്ട് കടത്തി വിട്ടില്ല എന്നുള്ളതാണ്. സെക്രട്ടറിയെ പോലും പിണറായി വിജയന്റെ വീട്ടിലേക്ക് കയറ്റി വിട്ടു. ഒരു റെയ്ഡിലും അങ്ങനെ ഒരു കാര്യവും സംഭവിക്കാറില്ല. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് റെയ്ഡ് എന്ന് പറയേണ്ട കാര്യമില്ല. ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്, മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ത്യശ്വാസം വലിക്കും. എന്റെ ഈശോ, അത് അവരുടെ പ്രോട്ടോകോൾ ആയിരിക്കാം. അതെ, പ്രോട്ടോകോളാണ്. അതല്ല, അത് പ്രോട്ടോകോൾ ആയിരിക്കാം. ഞാൻ പറയുന്ന കേൾക്കൂ. പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും കാണിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ കേരളത്തിൽ അത് വിലപ്പോവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആക്ഷനാണ് ഇന്നലെ കണ്ടത്. അത് പാർട്ടി അണികൾ ആരും ചെയ്തതല്ല, അദ്ദേഹത്തോട് സ്നേഹമുള്ള മറ്റുള്ള ആളുകൾ തന്നെ ചെയ്തതാണ്. ജനക്കൂട്ടമുണ്ട്, ജനക്കൂട്ടം ഇളകി വന്നതാണ്. ഒരു മോബിന്റെ മുന്നിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നന്ദാവന പോലീസ് ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, ആഭ്യന്തരമന്ത്രിക്ക് ആളുകളെ പോലീസുകൾ ഇറക്കിയിട്ടായിരുന്നല്ലോ. അവിടെ CPM-കാരല്ലാതെ ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു. അതായത് പിണറായി വിജയന്റെ ആരാധക വൃന്ദമല്ലാതെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ B ജയരാജ, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. VD സതീശൻ പോകുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു. അടുത്ത ദിവസമാണ് കേരളത്തിൽ റെയ്ഡ് നടക്കുന്നത്. ഇത്രയും നാള് ഇല്ലാത്ത കാര്യം, സംശയം സ്വാഭാവികമായ കോമൺ സെൻസ്. ഒരു സംശയമില്ല, അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം ED ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അത് ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കേണ്ട. അതും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? അതും ഇതുമായി ബന്ധിപ്പിക്കാൻ നോക്കേണ്ട. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്നു, ആ സമയം തന്നെ മിന്നൽ നീക്കത്തിലേക്ക് ED കടന്നു എന്നേ ഉള്ളൂ. ഡോക്ടർ B ജയരാജ്, അത് ധൃതിയായിരുന്നു, ശരിയാണ്. പക്ഷെ അവർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അടുത്ത ദിവസം പോയി ചിലപ്പോൾ ഇതിൽ സ്റ്റേ വാങ്ങിയിരിക്കും. എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം നേടാ. അതുപോലെ തന്നെ EDയും ഒക്കെ കൂടി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ B ജയരാജ് പറയുന്നത്. അല്ല, ശ്രീ B ജയരാജ്, അങ്ങേക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീമതി വീണ വിജയനോട് പൊതുജനങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം അവർ തുറന്നു പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ആ നൽകിയ സേവനത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും വീണ വിജയൻ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങ് ഇവിടെ ഇരുന്നുകൊണ്ട് എന്തിനാണ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ CPM-ന്റെ ഒരു വക്താവാണെന്നുണ്ടെങ്കിൽ ശരി, അങ്ങനെയെങ്കിലും പറയാൻ വേണ്ട. ഇത് അങ്ങ് വക്താവുമല്ല, അങ്ങ് രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിരീക്ഷകനാണ്. ഈശ്വര, അപ്പൊ അങ്ങേക്ക് അതൊരു ബാധ്യതയും അല്ല, അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊള്ളണം എന്നുള്ളത് അങ്ങയുടെ ഒരു ബാധ്യതയോ ഉത്തരവാദിത്വം അല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നതല്ലേ? അങ്ങ് എന്തിനാ ഇത്രയും പൊള്ളുന്നത്? അല്ലല്ല, അങ്ങ് ഇങ്ങനെ പൊള്ളേണ്ട കാര്യമില്ല. അങ്ങ് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറയാതെ അത്തരത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളെ പോകരുത്. അല്ല, കഷ്ടം, നാണമില്ലടോ. ശ്രീ ജയരാജ്, ഞാൻ 40,000-40,000 വോട്ടോടെ പിടിച്ചിട്ടുണ്ട്. BJP-യുടെ ചരിത്രത്തിലെ വക്താവല്ല, അയാളാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് വക്താവല്ലോ. താങ്കളുടെ കാര്യം മാത്രം സംസാരിച്ചാൽ മതി. എന്റെ കാര്യത്തിലോട്ട് കിണ്ടാൻ വരണ്ട. കിണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തുള്ള കാര്യം കൂടെ പറയാം. ശരി, അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അങ്ങ് CPM-ന്റെ ഔദ്യോഗിക വക്താവാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. അങ്ങ് CPM ഇടത് നിരീക്ഷകനെന്നാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതി കാണിച്ചിരിക്കുന്നതും. അങ്ങ് ഇടത് നിരീക്ഷകനായിട്ടാണ് ഇരിക്കുന്നത്. പൊട്ടൻ ലോക പൊട്ടൻ.
അപ്പോൾ CPM-ന്റെ ഔദ്യോഗിക വക്താവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് അതിനെക്കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ട് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ്. ഇത് ഞാൻ അങ്ങയോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, വീണ വിജയൻ ഇതുവരെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ കൊടുത്ത സേവനം ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ അങ്ങ് വെറുതെ നെടുമങ്ങാട് പോയിട്ട്, നെടുമങ്ങാട് പോലെ BJP-യുടെ ഒരു B ക്ലാസ് മണ്ഡലത്തിൽ 40,000-40,000 വോട്ട് പിടിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. അങ്ങനൊരു വോട്ട് കേരളത്തിന് പുറത്ത് എത്ര മണ്ഡലങ്ങളിൽ CPM-ന് സ്വപ്നം കാണാൻ പോലും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നോട്ടയോട് പൊരുതി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നിരീക്ഷകനായിട്ട്, അതും വക്താവായിട്ടല്ല, നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, അങ്ങ് വീണ വിജയനോട് പറയുക നിങ്ങൾ എന്താണ് സേവനം നൽകിയത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന എന്ത് ന്യായീകരണം എവിടെ നിങ്ങൾ പൊതുസമൂഹത്തിനെ മുഴുവൻ അത്രയും നിസ്സാരമായിട്ടാണോ കണ്ടിരിക്കുന്നത്? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ബുദ്ധിയില്ല എന്നാണോ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അല്ലേ, കാല് വാരരുത്, എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി. എക്സാലോജിക്കിന് കൊടുക്കുമ്പോൾ മാത്രം 2.72 കോടി രൂപ കൊടുത്ത അതേ സേവനം അതിനുശേഷം ATNL എന്ന് പറയുന്ന ഒരു കമ്പനി വെറും 3 ലക്ഷം രൂപ സേവനത്തിന് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് എന്ത് ആനുവൽ മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്? ആനുവൽ മെയിൻ്റനൻസ് ഞാൻ സമ്മതിക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു ചക്ക, ആ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ലക്ഷം രൂപയാണ് എൻ്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നമ്മളൊരു കാറ് മേടിക്കുന്നു, നമ്മളൊരു 50 ലക്ഷം രൂപയുടെ കാറ് മേടിക്കുന്ന സമയത്ത് ഈ കാറിൻ്റെ ആനുവൽ മെയിൻ്റനൻസിന് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു 2 ലക്ഷം രൂപയുടെ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചിട്ടിട്ട് ആ കാറിന് എനിക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസം 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് ആ വാദം ഡൈജസ്റ്റ് ആകണമെന്ന് അങ്ങ് പറയുന്നത്? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം, കരിമണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണെങ്കിലും എത്രമാത്രം അതിനകത്ത് കാര്യങ്ങളുണ്ട്, എത്ര വാളുകൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം, എത്ര ഫയർ വാൾസ് ഉണ്ടാണോ. IT വിദഗ്ധന്മാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. IT വിദഗ്ധന്മാരോടൊക്കെ സംസാരിച്ചിട്ടാണ് SFIO റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. താങ്കൾ അത് ഈ SFIO ഉദ്യോഗസ്ഥരെ അത്രയ്ക്ക് വില കുറച്ച് കാണേണ്ടതില്ല. അവർ സമയമെടുത്ത് തന്നെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതും കുറ്റപത്രം തയ്യാറാക്കിയതും. കാരണം അത് ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് അതിനകത്ത് തിരിച്ചടി ഉണ്ടാകുന്നത്. ഞാൻ പറയാം, ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൂരദർശൻ്റെ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വന്ന ഒരാളാണ്. അവിടെ ഇഷ്ടംപോലെ വണ്ടികൾ, പ്രൈവറ്റ് വണ്ടികൾ അവർ റിലീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു വർഷം 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെ മാത്രമാണ് കോട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കമ്പനി വന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ 3 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഇത്രയും വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഈ പയ്യന്മാരെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഇവരെ അവസാനം അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇട്ടഴിച്ച് അങ്ങ് പോയി. എത്ര വ്യത്യാസമുണ്ട്! ഇതാ സൈക്കാട്രിസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്പനി പുതിയതായിട്ട് ഒരാൾ വന്ന് ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സപ്ലയേഴ്സ്, നമ്മളിപ്പോൾ ഒരു സാധനം സപ്ലയേഴ്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈ ചെയ്ത് തരാമെന്ന് പറയും, പല ആളുകൾ പറയും. പക്ഷേ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിന്റെ, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഗുഡ്സിന്റെ നിലവാരം അത്രേ ഉണ്ടാവത്തുള്ളൂ. ഒരേ കാര്യം തന്നെ പല ആളുകളല്ലേ കോട്ട് ചെയ്യുന്നതിന് എന്താണ് ഇപ്പൊ ഒരു കോട്ടയെ ലോവസ്റ്റ് കോട്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ പക്ഷേ അതിനകത്ത് സർവീസസ് ഒന്നും കാണത്തില്ല. അങ്ങോട്ട് പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി. മഞ്ജുഷ, എന്താ അതിനകത്ത് പറയേണ്ടത്? എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. ഇവിടെ സംസാരിക്കേണ്ടതാണ്, ഞാൻ ആദ്യം പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ സംസാരിക്കേണ്ടുന്നത് പിണറായി വിജയൻ പോലും അല്ല, ഇവിടെ സംസാരിക്കേണ്ടത് വീണ വിജയനാണ്. ഞാൻ എന്ത് സേവനം നൽകി എന്നുള്ള കാര്യം പബ്ലിക്കിന്റെ മുമ്പിൽ, ഇപ്പൊ വീണയുടെ പിതാവാണല്ലോ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയധികം അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് നിങ്ങൾ ആദ്യം വിളിച്ചിട്ട് സംസാരിക്കാൻ പറയും. അല്ല, ഇദ്ദേഹത്തിന് വേറെന്തോ കുഴപ്പമാണ്, മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ പാർട്ടി പൊത്തത്തിൽ പൊളിഞ്ഞ് നാറി വൃത്തികേടാകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇരുന്നിങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. എന്ത് സേവനം കൊടുത്തു എന്ന് ചോദിച്ചാൽ അതൊഴിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ PC ജോഷി മറ്റേ കത്തെഴുതിയിട്ട് മാപ്പും പറഞ്ഞ് അവസാനം റിക്രിയേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞ ചരിത്രം മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിങ്ങനെ സോഷ്യൽ സ്റ്റഡീസിന് ക്ലാസ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങ് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം മുതലേ പറയുകയാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന് നിങ്ങൾ വിഡ്ഢികളായിട്ട് കാണരുത്. അതെ, തീർച്ചയായിട്ടും ക്യാമറ കളിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളെ ബ്രിട്ടീഷുകാർക്ക്
വിട്ടുകൊടുത്ത ചരിത്രം ഞാനും പറഞ്ഞുതരാം. വേറെ വലിയ കൂടുതൽ ഡെക്കറേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ പുതിയ ചരിത്രമൊന്നുമല്ല, നാഷണൽ ആർക്കൈവ്സിലുണ്ട്. വേണമെങ്കിൽ ഞാനെടുത്ത് തെളിവ് കാണിച്ചു തരാം. സംഭവത്തിന് വരാൻ തയ്യാറുണ്ടോ? ഞാൻ തെളിവ് കാണിച്ചു തരാം. നമ്മളിപ്പോ കടലിലും ചെകുത്താനും നടക്ക ഒന്നും പറയാൻ നിക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പി.സി. ജോഷി മുതലുള്ള ആൾക്കാർ കാണിച്ചിട്ടുള്ള കാര്യവും ഇന്ത്യയിലെ എല്ലാ പത്രമാധ്യമങ്ങൾക്കും വിലക്ക് വരുന്ന കാലഘട്ടത്തിൽ ദേശാഭിമാനി ഇവിടെ എങ്ങനെ പ്രിന്റ് ചെയ്തത്, എന്തൊക്കെ നക്കി കൊടുത്തിട്ടാണെന്നുള്ള ചരിത്രമൊക്കെ നമുക്ക് സംസാരിക്കാനേ ഒരു മടിയില്ല. എനിക്ക് സംസാരിക്കാൻ യാതൊരു മടിയില്ല. വെറുതെ അവസാനം ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കാതെ നിങ്ങളുടെ ബ്രിട്ടീഷുകാർക്ക് ഇത്രയും നക്കി കൊടുക്കുകയും സേവനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെ മറ്റൊന്നും തന്നെ ഇല്ല. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെ ബ്രിട്ടീഷുകാർക്ക് ഇത്രയും സേവനം ചെയ്തു കൊടുത്തിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനവും ഔദ്യോഗികമായിട്ട് ഒരിടത്തും ഇല്ല.